ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് സിദ്ധ ചികിത്സയെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധവൈദ്യം, അല്ലെങ്കിൽ സിദ്ധ ചികിത്സ, അല്ലെങ്കിൽ സിദ്ധ ട്രീറ്റ്മെൻറ്റ്. ഇത് ഏതാണ്ട് 6000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ ചികിത്സ വന്നിട്ടുണ്ട്. പക്ഷേ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ സിദ്ധ ചികിത്സ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ദ്രാവിഡന്മാരുടെ കാലം തൊട്ടേ ഈ ചികിത്സയ്ക്ക് നല്ല പ്രാബല്യമുണ്ടായിരുന്നു. സിദ്ധരിൽ എന്നറിയപ്പെടുന്ന ശാസ്ത്ര വിദഗ്ധർ ഈ ചികിത്സയെ കണ്ടുപിടിച്ചതിനാൽ ഇതിന് സിദ്ധ ചികിത്സ അല്ലെങ്കിൽ സിദ്ധവൈദ്യം എന്ന് പേര് വന്നു. 18 സിദ്ധന്മാരാണ് അഗസ്ത്യ മുനിയുടെ ശിഷ്യന്മാരായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഈ ചികിത്സ എന്തുകൊണ്ട് ഇവർ ഉണ്ടാക്കിയെടുത്തു? നമ്മുടെ ശിവപെരുമാൻ പാർവതി ദേവിക്ക് അഡ്വൈസ് ചെയ്തു, ഇങ്ങനെ ഒരു ചികിത്സയെ കണ്ടുപിടിച്ച് ജനങ്ങളെ രക്ഷിക്കണമെന്ന്. അങ്ങനെ പാർവതി ദേവി നന്ദിമുനിയെ സമീപിച്ചു. നന്ദിമുനി അഗസ്ത്യ മുനിയുമായിട്ട് സംസാരിച്ചു, ഈ ചികിത്സയെ ജനങ്ങളുടെ മധ്യയിൽ കൊണ്ടു ചെല്ലണം, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതൊരു കൽപ്പന. ഈ കൽപ്പന അനുസരിച്ച് അഗസ്ത്യ മുനി പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം പണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഗുരു ശിഷ്യ ബന്ധം അനുസരിച്ച് ഗുരുവിൻ്റെ അടുത്ത് ഗുരു ഒരു ശിഷ്യൻ, കുറച്ച് ശിഷ്യന്മാരെ ഉണ്ടാക്കും. അങ്ങനെ 18 സിദ്ധന്മാരെ അഗസ്ത്യ മുനി കണ്ടുപിടിച്ചു. ഈ 18 സിദ്ധന്മാർ ആണ് ആദ്യത്തെ സിദ്ധന്മാർ. ഇവർ മുഖേന ഈ ചികിത്സയെ നാട്ടിൻ പല ഭാഗങ്ങളിൽ, നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല, നമ്മുടെ ദേശത്ത് മാത്രമല്ല, ലോകത്തിൽ പല ഭാഗങ്ങളിലും ഇതിലുള്ള മുനിമാരുടെ പേരുകൾ നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള മുനികളുടെ പേരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മുനിമാർ അവർ ജ്ഞാനദൃഷ്ടിയായി, അതായത് ഭഗവാൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഓരോ രോഗത്തിനെക്കുറിച്ചും രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും അതുപോലെ അതിന് എന്താണ് പ്രതിവിധി, അതിന് എന്താണ് ചികിത്സ എന്നതിനെക്കുറിച്ചും വളരെ വിശദമായി ഈ പന ഓലകളിലും അതുപോലെ തന്നെ മരത്തിൻ്റെ പട്ടകളിലും അവർ എഴുതി വെക്കാൻ തുടങ്ങി. അന്നത്തെ കാലത്തിൽ നമ്മുടെ പത്രവും കടലാസും ഒന്നും ഇല്ലാത്ത സമയങ്ങളാണ്. അതുകൊണ്ട് കല്ലുകളിലും ഇങ്ങനെയൊക്കെ ഓരോ രോഗത്തിനും അതിന് ചികിത്സയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിന് ഓരോ മരുന്നിനും അതിൻ്റേതായ രീതികളുണ്ട്, അതിനെക്കുറിച്ചും അവർ എഴുതി വയ്ക്കുകയും പിற்കാലത്തിൽ പിന്നെ വന്ന കാലങ്ങളിൽ അത് മനസ്സിലാക്കി പല ആൾക്കാർ, പണ്ടത്തെ വൈദ്യന്മാരെന്ന് വേണമെങ്കിൽ പറയാം, അവരും ഇതുപോലെ ഒരു ഗുരു, കുറച്ച് ശിഷ്യന്മാർ, ഇവരെ വെച്ച് അവർ ക്ലാസ്സുകൾ എടുക്കുകയും അങ്ങനെ ക്രമേണ വർഷങ്ങൾ പോയി ഈ ചികിത്സ പലരിലും അംഗീകരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ദ്രാവിഡന്മാർ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ചികിത്സ കൂടുതലായിട്ട് വളർന്നു വന്നത്. ഇപ്പം നമ്മുടെ തെക്കൻ കേരളത്തിൽ അന്ന് വളരെ പോപ്പുലറായിട്ടിരുന്ന ഒരു സിസ്റ്റമാണ് സിദ്ധ ചികിത്സ. അഗസ്ത്യ മുനിയാണ് ആദ്യത്തെ സിദ്ധൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അഗസ്ത്യർ സമാധിയായത് നമ്മുടെ കേരളത്താണ്. ഇത് കേരളത്തിൻ്റെ തനതായ ചികിത്സയാണ്, തമിഴ്നാട്ടിൻ്റെ മാത്രം ചികിത്സയല്ല. പക്ഷേ ഇതിൻ്റെ അഗസ്ത്യർ കൂടെ ഇരിക്കുന്നത് ഒരു ഭാഗം കേരളത്തിലും ഒരു ഭാഗം തമിഴ്നാട്ടിലും. അഗസ്ത്യരുടെ ജന്മ ദിവസം ഇപ്പോഴും അവിടെ വലിയ ഫങ്ഷനാണ് നടക്കുന്നത് അഗസ്ത്യർ കൂടത്തിൽ. അത് അഗസ്ത്യർ മല എന്ന് പറയും, നമ്മളെ ആൾക്കാർ അഗസ്ത്യ കൂടമെന്ന് പറയും. ഈ അഗസ്ത്യർ കൂടത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ സമാധി ഉള്ളത്. അതുകൊണ്ട് അത് കേരളത്തിൻ്റെ ചികിത്സ എന്ന് ഞാൻ പറയുന്നത്. ദ്രാവിഡ ചികിത്സയ്ക്ക് അതിൻ്റേതായ പാരമ്പര്യം ഉണ്ട്. തമിഴ് ലിറ്ററേച്ചറാണ് സിദ്ധവൈദ്യത്തിൻ്റെ മൂലഗ്രന്ഥങ്ങളെല്ലാം എഴുതി വച്ചിട്ടുള്ളത്. തമിഴിലാണ് ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചും രോഗകാരണങ്ങളെക്കുറിച്ചും തമിഴ് ഭാഷയിലാണ് എഴുതി വച്ചിട്ടുള്ളത്. ആയുർവേദമാണെങ്കിൽ സംസ്കൃതമാണത്. അത് ആര്യന്മാരുടെ കാലം തൊട്ട് വന്ന ഒരു ചികിത്സയാണ്.
ദ്രാവിഡന്മാർ വന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആര്യന്മാർ നമ്മുടെ നാട്ടിൽ കാലുകുത്തിയത്. പിന്നെ ഇത് കൂടാതെ മോഡേൺ മെഡിസിൻ 500 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ വന്ന് മൊത്തത്തിൽ എല്ലാം കൈയടക്കി. അപ്പോൾ ഈ ചികിത്സകൾക്ക് പ്രാധാന്യം കുറയുകയും ഇപ്പോൾ വീണ്ടും പുതിയ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്ന സർക്കാരുകൾ നമ്മുടെ പഴയ ചികിത്സകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ചികിത്സകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൽ ആയുഷ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അതിന് ആയുർവേദ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി എന്നിങ്ങനെ പല ചികിത്സകളും ചേർന്ന് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ്. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഓരോ സ്റ്റേറ്റിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിലും ഡിസ്പെൻസറികളും ആശുപത്രികളും പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ സിദ്ധ ചികിത്സയിൽ 2 തരം ചികിത്സയാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനാണ് ഇത് കൂടുതലും സിദ്ധ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന് തക്കതായ രീതിയിൽ ഇപ്പോഴത്തെ സിലബസും കരിക്കുലമും എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിശ്ചയിക്കാനുള്ള എഡ്യൂക്കേഷൻ്റെ അപ്പെക്സ് ബോഡി സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉണ്ട്. അത് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഓരോ കൗൺസിലുണ്ട്, മെഡിക്കൽ കൗൺസിൽ. ഒരു ഡോക്ടർ ആയുർവേദമായിരുന്നാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും സിദ്ധ ആയാലും ഇവർ പഠിക്കുന്ന പഠനത്തിനല്ല ഇമ്പോർട്ടൻസ് MBBSനോ BSMSനോ BSMSലോ അല്ല. പക്ഷേ ഈ കൗൺസിലുകളിൽ വന്ന് ഇവർ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ ഏത് സ്റ്റേറ്റിലും ചികിത്സ ചെയ്യുവാനുള്ള അവകാശം ഉണ്ട്. ഒരാളുടെ നമ്മുടെ PSC ഇൻ്റർവ്യൂക്ക് തന്നെ അത് ആദ്യം ഒരു കാൾഫാർ ഉണ്ടാവും, PSC നോട്ടിഫിക്കേഷൻ. അതിൽ പറയുന്നത് എല്ലാ ചികിത്സയ്ക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ TC മെഡിക്കൽ കൗൺസിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേരള മെഡിക്കൽ കൗൺസിലാക്കി. അതിൻ്റെ രജിസ്ട്രേഷനാണ് കേൾക്കുന്നത്. അല്ലാതെ MBBSോ MDയോ BSMSോ MDയോ അങ്ങനെ ഒന്നും അല്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ പഠന രീതികൾ പോകുന്നത്. ഏതായിരുന്നാലും സോറിയാസിസിന് ഞാൻ പറഞ്ഞ സോറീസ് എന്ന ഓയിൽ വളരെ ഫലപ്രദമാണ്. അതുകൂടാതെ വെട്ടുപാല എന്ന ഒരു പച്ചമരുന്നുണ്ട്. അത് എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് വെയിലിൽ വച്ച് അത് 5-6 ദിവസം വെയിലിൽ കൊള്ളുവിച്ച് അത് പുരട്ടുമ്പോഴും ഈ അസുഖം മാറുന്നതായിട്ട് തോന്നുന്നു. അത് കൂടാതെ പൊടുതല, തലയിൽ വരുന്ന താരന് പറയുന്നത് പൊടുക എന്നാണ് തമിഴിൽ. അതിന് പൊടുതല എന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതും ഇതുപോലെ വെയിലിൽ വെച്ച് വെളിച്ചെണ്ണയിലിട്ട് തലയിൽ തേച്ച് വരികയാണെങ്കിൽ തലയിൽ താരൻ മാറുവാനും അത് സഹായിക്കും. ഒരു കാരണവശാലും അസുഖം മാറിയാലും ഈ എണ്ണ തുടർന്നും കുറച്ച് കാലം കൂടി പുരട്ടുക. അങ്ങനെ പുരട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ട് അസുഖം മാറും. സിദ്ധയെ ഇന്ന് തമിഴ്നാട്ടിൽ ഏതാണ്ട് 5000-ഓളം സിദ്ധ ഗവൺമെൻറ് ആശുപത്രികളും ഡിസ്പെൻസറികളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ 50-ഓളം സിദ്ധ ഡിസ്പെൻസറികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇവിടെ ഒരു സിദ്ധ മെഡിക്കൽ കോളേജുണ്ട്. കേരളത്തിൽ ഒരു സിദ്ധ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അത് 20 കിടക്കകളുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അതുകൂടാതെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. ഡിസ്പെൻസറികൾ ധാരാളം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ സിദ്ധയെക്കുറിച്ചും സിദ്ധ ചികിത്സയുടെ മഹത്വത്തിനെക്കുറിച്ചും കൂടുതൽ അറിയുവാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും എന്നോട് ടെലിഫോണിൽ വിവരങ്ങൾ ആരായേണ്ടതാണ്. നന്ദി.